ഹലോ 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 ഹലോ. അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി നമുക്ക് അടുത്ത് തന്നെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പർച്ചേസിന് വേണ്ടി വന്നതാ. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇവിടുത്തെ ഒരു നല്ല സൂപ്പർ ഒരു കട പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതാണ് കട. അത് കാനഡയിലുള്ളവർക്കും ഉപകാരമായിരിക്കും, നാട്ടിലുള്ളവർക്കും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്, ഇന്ന സാധനങ്ങൾ കിട്ടുമെന്നുള്ളതും കണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പർച്ചേസിന്റെ കൂടെ മുന്നിന് എന്തൊക്കെയാ വാങ്ങേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിന്റെ കൂടെ കടയിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ വീഡിയോ ഫുള്ള് കാണണ എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. പറയാല്ലേ പറയണോ? ചോദിച്ചു നോക്കാല്ലേ? വേറൊന്നല്ല, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടൺ അമർത്തിയിട്ടേ അടിച്ചിട്ട് ഓള് കേൾക്കണം കേട്ടോ, എന്നാലേ ഞങ്ങൾ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ. കാനഡയിലുള്ള എല്ലാവരും ഈ കട എന്തെങ്കിലും ഒരിക്കൽ സമയം കിട്ടുമ്പോൾ വിസിറ്റ് ചെയ്തിരിക്കണം. ബൾക്ക് ബാൺ ഏറ്റവും ബെസ്റ്റ് ഷോപ്പാണ്. നട്ട്സും സാധനങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഞങ്ങളുടെ നട്ട്സൊക്കെ സ്ഥിരം ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. നമുക്ക് വെയ്റ്റിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത്ര തൂക്കി മേടിക്കാൻ പറ്റും. പലതരം വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ക്യാഷ്യൂ ആണെങ്കിൽ തന്നെ റോസ്റ്റഡ് അല്ലാത്തത്, സോൾട്ടഡ്, അൺസോൾട്ടഡ്, ആൽമണ്ട് പൗഡർ, പിന്നെ പലതരം പിസ്താഷ്യോ, റെഡ് പിസ്താഷ്യോ ഒക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഷോപ്പാണ്, എല്ലാവരും വിസിറ്റ് ചെയ്തിരിക്കണം. എന്തായി കിട്ടിയ സാധനങ്ങൾ? എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. നട്ട്സ് പരിപാടികളെല്ലാം ഉണ്ട് ഇവിടെ. ചോക്ലേറ്റ്സ്, ചോക്കോ ചിപ്സ് ഇതൊക്കെ ഉണ്ടല്ലേ. ബേക്കിംഗ് പരിപാടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ കടയാണ്. കേക്കൊക്കെ ഉണ്ടാക്കണ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. എന്തേത് എന്നെ പരിപാടി താത്തി തന്നെ കളിക്കാൻ. നമ്മുടെ അരികള്, നമ്മുടെ സ്പൈസസ്, നാട്ടിലത്തെ നമ്മുടെ സ്പൈസസ് സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ജീരകം, ഉലുവ തൊട്ട് എല്ലാ സാധനവും ഉണ്ട്.
ഇതൊരു അടിപൊളി കട കേട്ടോ. ഇത് ഇവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. വേറെ സാധനം ചീനവറ്റലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നില്ല കേട്ടോ. ചീനി വറ്റല്, കപ്പ വറുത്തത്. ആ കപ്പ വറുത്തത്, ചീനി വറ്റല്. ശരി, കൊല്ലംകാർക്കാണെങ്കിലും മനസ്സിലാവും. ഓക്കെ ഓക്കെ. ഇത് നോക്ക്, നമ്മുടെ ചിപ്സ്, നമ്മുടെ നല്ല ചിപ്സ്. ഇത് നല്ല കേട്ടോ, നല്ല ടേസ്റ്റാ. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി ഇത് ചെയ്യാറുണ്ട്. ഇത് ഇച്ചിരി സ്പൈസി, ഇതല്ലാത്തത് നോർമൽ. പിന്നെ ഇത് നമ്മുടെ ചീനി വറ്റല് തന്നെ. ഇത് വേണ്ട വെറൈറ്റി, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ഇത് ഡ്രൈ ആക്കിയിട്ട് നല്ല ടേസ്റ്റാ. ഇത് മിക്സഡ് വെജിറ്റബിൾസ്. അപ്പൊ ഇവിടെ ഉള്ളവർ ഇതൊക്കെ വാങ്ങി ട്രൈ ചെയ്യണം കേട്ടോ, കഴിച്ചിട്ടില്ലെങ്കിൽ. അതെ, ഓക്കെ. എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ ആണോ? കഴിഞ്ഞാ നിന്റെ പരിപാടി? പോയേക്കാം. ഇവിടെ എന്താ, ഇവിടെ ഒരു കള്ളത്തരം. ഇവിടെ എന്താ പരിപാടി? ഞങ്ങൾ പാൽ കുടിക്കുക. തന്നെ പാല് കുടിക്കാണോ? ഞങ്ങൾ പാല് കുടിച്ചോ ചിരിക്കണ്ട, കുടിച്ചോ. തന്നെ കയ്യൊക്കെ പൊക്കി വെച്ച് കുടിച്ചോ. നമുക്ക് വേറെ ഇതൊന്നുമില്ല. ഇല്ലേ സൂട്ടി, കുടിച്ചോ. അപ്പം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ഞാൻ ആ പറഞ്ഞ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ടുള്ള സാധനമില്ലേ, അത് നമ്മൾ ഉണ്ടാക്കാൻ പോവുക. വേറെ ഒന്നല്ല, കേക്കാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പിന്നെ പറയാം. ഓക്കെ, ബാ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കാം. കേക്ക് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യം, എല്ലാവരും കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോ. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് മൈദ എടുത്തു. ഇതെൻ്റെ അരിക്കുന്ന ഇടേട്ടോ, അരിപ്പേട്ടോ, അതിലേക്ക് ഇടുവാണ്. ഇനി അടുത്തത് 2 സാധനങ്ങളാണ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. അത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. അതും കൂടി ഇതിലോട്ടിടാം. ഇനി ഞാൻ ഒരു ചാനൽ എടുക്കട്ടെ. ഒരു നുള്ള് ഉപ്പ്. ഇത് നമുക്ക് ഒരു 3 തവണ അരിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം അരിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഇത് ഉണ്ടാക്കാൻ പോവുക, മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കാൻ പോവുക. ബാറ്റർ, കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ അതിന് ഞാൻ 3 മുട്ട ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് പതച്ച് ഇങ്ങനെ പത പോലെ ആക്കിയെടുക്കണം. അത് കാണിച്ചു തരാം. ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ ആ മണം ഇഷ്ടമല്ലാത്തവർക്ക് നല്ലതാണ്. അത് ആഡ് ചെയ്യുന്നത് അടിപൊളിയാണ്. വാനില എസൻസ് ആഡ് ചെയ്യാൻ പോവാം. വാനില എസൻസ് ഞാൻ സ്പൂണൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഏകദേശം കണക്കറിയാം. അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ ഇത് ചെയ്യുക. ഓക്കെ, എസൻസ് ഒഴിച്ചു. ഇനി നമുക്ക് നല്ലോണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം ബീറ്റ് ചെയ്ത് പതപ്പിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്, ഫുള്ളായിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം, ഒറ്റയടിക്ക് ആഡ് ചെയ്യാൻ പാടില്ല. കുറേശ്ശെ ആഡ് ചെയ്യുക, ബീറ്റ് ചെയ്യുക, അങ്ങനെ പോവുക.
3 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടുത്ത സാധനമാണ് ഓയിൽ. ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. ഇത് സൺഫ്ലവർ ഓയിൽ അല്ല, ഇത് ഇവിടുത്തെ വേറൊരു കാനോല എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതായാലും മതി. ഓക്കെ, ബീറ്റ് ചെയ്യട്ടെ. കേക്ക് ഏത് ഫ്ലേവറിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ബട്ടർ സ്കോച്ചാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എസെൻസ്, ടൈഗറിൻ്റെ എസെൻസ്, ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അതിന് ഞാൻ കുറേ എസെൻസ് ഞാൻ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു. കാര്യം ഇടയ്ക്കിടയ്ക്ക് കേക്കുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനൊരു 10ൽ കൂടുതൽ കേക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എൻഡിൽ ആഡ് ചെയ്യാം. മെയിനായിട്ട് എൻ്റെ എത്രയും നാൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയാൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഒരു കേക്ക് ഉണ്ട്, അത് അതിൽ ഞാൻ ആഡ് ചെയ്യാം. അതിൻ്റെ ഒക്കേഷൻ എന്താണെന്നും പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ എസെൻസ് ഒരു 2 തുള്ളി ആഡ് ചെയ്തു. ഓക്കെ, 2 അല്ല 3 തുള്ളി ആഡ് ചെയ്തു. ഓക്കെ, നമ്മുടെ അപ്പം മുട്ട, വാനില എസെൻസ്, നമ്മുടെ ബട്ടർ സ്കോച്ച് എസെൻസ്, ഓയിൽ, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പരുവം മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ല, അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ബീറ്റ് ചെയ്യല്ലേ. ഇനി ബീറ്റിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇത് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇടാവുള്ളൂ, ഒറ്റയടിക്കിടരുത്. നമുക്കൊരു 3 സെക്ഷനായിട്ട് ഇടാം. പിന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഡയറക്ഷനിലേക്കാണോ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ചെയ്യുക. ചുമ്മാ അങ്ങോട്ട് ഇട്ടാക്കി ചെയ്യരുത്. അപ്പം ഞാൻ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്ത് സെറ്റാക്കി ഇതിനകത്തൊരു ബട്ടർ പേപ്പർ വെച്ച് ഇതിനകത്താക്കിയിട്ടുണ്ട്. പിന്നെ ഞാനവിടെ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിലേക്ക്. അപ്പോൾ അതവിടെ ആവുന്നുണ്ട്. അതിലേക്ക് ആക്കുന്നതിന് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് അതിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബബിൾസ് കണ്ട, ഈ ബബിൾസ് അടിച്ചടിച്ച് അപ്പം ഇനിയൊന്നുമില്ല. ഇത് കണ്ടോ 198 ഇത് ഫാരൻഹീറ്റിലാണ് കിടക്കുന്നത്. അത് 356 ആകുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇത് വെക്കും ഒരു ഹാഫ്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്ത് സെറ്റാക്കി അവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇത് ചെയ്തെടുക്കാം. അപ്പം ഞാനാണെങ്കിൽ വിപ്പിംഗ് ക്രീം ചെയ്യാനുള്ള പാത്രവും ഈ ബീറ്ററിൻ്റെ ഇതും ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇതെടുത്തു. ഇതാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന വിപ്പിംഗ് ക്രീം. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇത് നമുക്കെടുക്കാം. ഇതിലോട്ട് ഒഴിക്കാം. ഇത് ശരിക്കും നിങ്ങൾ എങ്ങനെയാണോ ഡെക്കറേഷൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി, എന്തോരം വേണമെന്നുള്ളത്. ശരിക്കും ഞാനിത് ഇത് കേക്ക് ഉണ്ടാക്കുന്നതിനല്ലാണ്ട് ഞാൻ വേറെ ഒന്നിനും ഇത് യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ അത് മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ എന്തോരം വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ പഞ്ചസാര ഇതിൽ ചേർക്കാനുള്ളത് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മധുരം ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി പഞ്ചസാര, നിങ്ങൾക്ക് എന്തോരം മധുരം വേണമെന്നുള്ളത് വെച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം ബീറ്റ് ചെയ്ത് ക്രീം പരുവത്തിൽ, അതായത് ഈ പാത്രം എടുത്ത് ഇങ്ങനെ കമത്തിയാൽ ക്രീം താഴെ വീഴരുത്, ആ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. കാര്യം പറയാനുള്ളത്, വിപ്പിംഗ് ക്രീം ഇത്
ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിലിടുക, കുറച്ച് നേരം ബീറ്റ് ചെയ്യുക, ഒരേ ഡയറക്ഷനിൽ തന്നെ കറക്കാൻ നോക്കുക. പിന്നെ അടുത്ത സ്പീഡിലേക്ക് ഇടുക, നെക്സ്റ്റ് സ്പീഡിലേക്ക് ഇടുക, കുറച്ച് നേരം ബീറ്റ് ചെയ്യുക, എന്നിട്ട് ഹൈ സ്പീഡിലിടുക, ബീറ്റ് ചെയ്യുക. അങ്ങനെ എടുക്കുക. ഒറ്റയടിക്ക് ഹൈയിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ നമ്മൾ ക്രീം കട്ടയുണ്ടാവില്ല, അത് ലൂസായി പോകും. അതുപോലെ നമ്മുടെ കേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാൻ ആദ്യം ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക, ഒന്ന് വിടുവെച്ചെടുക്കുക പാത്രത്തിൽ നിന്ന്. ഇസൂട്ടോടെ കിടന്ന് എൻ്റെ കാര്യം എണ്ണി പുറക്കുവാണ് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ശരിക്കും ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഈ കേക്കിൻ്റെ ഇതിൻ്റെ ബോർഡാണ്, കേക്കിൻ്റെ ബോർഡ്, അതിൽ തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ 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 ഓക്കെ, നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ ബട്ടർ പേപ്പർ പതുക്കെ, അപ്പോൾ കേക്ക് ഞാൻ ശരിക്കും അവനിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് തന്നെയല്ല, ഞാൻ അവനിൽ നിന്ന് എടുത്തിട്ട് തണുക്കാൻ വെച്ചായിരുന്നു. തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് മുന്നേ ഡിമോൾഡ് ചെയ്തെടുക്കല്. ഇത് അവനിൽ നിന്ന് എടുത്ത് നേരെ കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് പിന്നെ ബാക്കി പരിപാടി ചെയ്താൽ മതി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്യും. ഞാൻ നൂല് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ല. കത്തി എൻ്റെ അടുത്ത് കത്തി ഒരെണ്ണമുണ്ട്, പക്ഷെ ഞാൻ കത്തി ഉപയോഗിക്കാറില്ല. എനിക്ക് നൂല് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നൂല് ഉപയോഗിച്ച്, അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇതിനകത്ത് ഒഴിക്കുന്ന ഞാൻ ഷുഗർ സിറപ്പിന് പകരം ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് ശരിക്കും പാല്, പഞ്ചസാര, മിൽക്ക് മെയ്ഡാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ല, അപ്പോൾ അതാണ് ഞാൻ പഞ്ചസാര എടുത്തു. അപ്പോൾ പാല്, പഞ്ചസാര, വിപ്പിംഗ് ക്രീം, ഇത് 3 കൂടെയുള്ള മിക്സാണിത്. ഇതാണ് ഞാനിവിടെ ഷുഗർ സിറപ്പിന് പകരം ഉപയോഗിക്കുന്നത്. നല്ല സാധനം, നല്ല അടിപൊളി വേറൊരു ടേസ്റ്റാണ്. കേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ഒക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പുചേട്ടൻ, പാറു, സിബിൻ, അമ്മ, തമ്പിച്ചൻ എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ വേറൊന്നല്ല, നമ്മുടെ ഇസു 6 മാസമായി. അപ്പൊ ഞങ്ങൾ ചെറിയൊരു കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കേക്ക് ഇസൂടെ കോണി കയറി പോണു. അപ്പൊ കേക്ക് മുറിക്കുന്നത് കാണിക്കാം.
ഹാപ്പി ബർത്ത്ഡേ to you. Happy birthday, Isuti. Happy birthday to you. മൊത്തം ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അതെ. ഇത് പാട്ട് പാടിയാ കേക്ക് കേക്ക് തമ്പിച്ചിന് ആദ്യം കൊടുക്കാം. ഇച്ചൂട്ടിക്ക് എന്തായാലും പറ്റൂലല്ലോ. ഇല്ല ഇല്ല ആ പാട്ട് പാട്ടൊക്കെ വരുന്നത് ഇത് കേക്ക് വന്നോ പക്ഷെ പാത്രത്തിൽ നീ കുറച്ചെടുത്ത കഴിക്കുക ഒരു പൊടി കഷ്ണം ഒരു നുള്ളും ഉറുമ്പിന്റെ അത്ര അവിടെ ഒരാളുണ്ട് അവിടെ തീരൂല. അന്ന് അത് മൊത്തം കഴിച്ചു. കൈ കേട്ടിട്ട് കഴിച്ചോ കഴിച്ചോ കൊതിച്ച് കൊതിച്ച് ഡൂബിക്കിന് കേക്കില്ല കേട്ടോ. കൊതി പിടിച്ചു